ഐസ്ലാൻഡ് യാത്രയുടെ 13ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഐസ്ലാൻഡിൽ ഇനി നമ്മൾ ഏകദേശം 3 ദിവസം മാത്രമാണ് നമ്മുടെ യാത്ര ബാക്കി നിൽക്കുന്നത്. നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഐസ്ലാൻഡിൻ്റെ പടിഞ്ഞാറൻ പ്രദേശമായ വെസ്റ്റ് ഫോർഡിലാണ്. ഐസ്ലാൻഡിൽ എത്തിച്ചേരുന്ന അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു റീജിയനാണ് ഐസ്ലാൻഡിൻ്റെ വെസ്റ്റ് ഫോർഡ്, അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന പടിഞ്ഞാറൻ പ്രദേശം. ഈ പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തതിന് പലയധികം കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കുള്ള വഴിയാണ്. ഐസ്ലാൻഡിലുണ്ടാകുന്ന മഞ്ഞുവീഴ്ചയാണ് ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ഭൂരിഭാഗം കാരണങ്ങളും. അതുപോലെ തന്നെയാണ് വെസ്റ്റ് ഫോർഡിലെ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റീജിയനിലെ റോഡുകളുടെ അവസ്ഥയും. റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് അതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്ത് ചെറിയ രീതിക്ക് മഞ്ഞും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ നേരെ കിച്ചൻ്റെ അടുത്തോട്ട് പാർക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് മഴയൊക്കെയാണല്ലോ, മഴ നനഞ്ഞ് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ കിച്ചൻ്റെയും ടോയ്ലറ്റിൻ്റെ അവിടെ പാർക്കാമെന്ന് തീരുമാനിച്ച്. ടോയ്ലറ്റിലൊക്കെ പോയി നേരെ നമ്മൾ പോയത് പിന്നീട് കിച്ചണിലോട്ടാണ്. ആ അകലെ കാണുന്ന കുഞ്ഞൻ പള്ളിയുണ്ടല്ലോ, ഈ പള്ളി ഞാൻ തലേദിവസം വന്നു കഴിഞ്ഞപ്പം കണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്ത് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് മടിയായി. അങ്ങനെ നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് കഴിച്ചത് മഷ്റൂം സൂപ്പും ബ്രെഡും ആയിരുന്നു. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കഴിച്ചത് നൂൽപുട്ടും മീൻ കറി ആയിരുന്നു. അത് നമ്മൾ ടേസ്റ്റ് നിബിൾസിൻ്റെ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഐസ്ലാൻഡിലെ ഫുഡ് മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു ചെറിയ പട്ടണത്തോടെ യാത്ര പറഞ്ഞ് നമുക്കിന്ന് കാണേണ്ടത് ആ സ്ഥലത്തോട്ട് നമ്മുടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയെ പറ്റിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അധികം അവൈലബിൾ അല്ലാത്ത ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും കാര്യം. ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ധ്യാൻചാൻഡി എന്ന് പറഞ്ഞൊരു വലിയൊരു വാട്ടർഫോളാണ്. എൻ്റെ ഐസ്ലാൻഡ് യാത്രയുടെ എല്ലാ വീഡിയോസും കണ്ട എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും, എല്ലാ വീഡിയോയിലും ഒരു വാട്ടർഫോൾ ഉണ്ടായിരിക്കും. അതിന് പ്രധാന കാരണം ഐസ്ലാൻഡിലെ വെള്ളച്ചാട്ടങ്ങളുടെ എണ്ണമാണ്. ഏകദേശം 10,000-ന് മുകളിലെ വെള്ളച്ചാട്ടങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 200 വെള്ളച്ചാട്ടങ്ങൾക്ക് മാത്രമാണ് ഔദ്യോഗികമായിട്ട് പേര് കൊടുത്തിട്ടുള്ളത്. ഐസ്ലാൻഡിലെ വെസ്റ്റ് ഫോർഡ് പ്രദേശങ്ങൾ, അതായത് ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന റോഡിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടും എന്നും ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് പോലും മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇവർ ഈ റോഡ് ക്ലോസ് ചെയ്യുക എന്നുള്ളതും എപ്പോഴാണ് തുറന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ആ റോഡ് ചെക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കറിയാനായിട്ട് പറ്റുക. safetravel.is എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ലാൻഡ് റോഡുകളെ പറ്റിയുള്ള അവസ്ഥയും വെതറിനെ പറ്റിയുള്ള അവസ്ഥയും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമുക്കിന്ന് കാണേണ്ടതായ ആദ്യത്തെ സ്ഥലമായ ധ്യാൻചാൻഡി വാട്ടർഫോളിൻ്റെ പാർക്കിങ്ങിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള പാലം കടന്നു വേണം നമുക്ക് ഈ പാർക്കിംഗ് ലോട്ടിലോട്ട് എത്താനായിട്ട്. പാർക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ അത്രയ്ക്ക് തിരക്കില്ലാത്ത ഒരു ഏരിയ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള മെയിൻ കാരണം നേരത്തെ പറഞ്ഞ 2 കാരണങ്ങൾ തന്നെയാണ്. ഐസ്ലാൻഡ് യാത്രയിലുടനീളം പല തരത്തിലുള്ള വെള്ളച്ചാട്ടം കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറച്ച് ദൂരം മേലെ മാത്രം പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ കാഴ്ചകളും ഭംഗികളൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം. പക്ഷേ ഈ പോസ്റ്ററിലുണ്ടായിരുന്ന അവസാനത്തെ 5 വരി എന്തായാലും മുകളിൽ പോയിട്ട് നമുക്ക് ഈ കാഴ്ച കാണണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദയവായി നല്ലൊരു മാതൃക കാണിക്കുകയും ഈ ഭൂമിയെ ആദരവോടെ സംരക്ഷിക്കുകയും ചെയ്യുക. സസ്യലോകത്തെയും വന്യജീവികളെയും അലട്ടുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യരുത്. ഭൂഗർഭ ശിലാരൂപങ്ങളും അതേപടി സംരക്ഷിക്കുക. തീ കൊളുത്തരുത്. അടയാളപ്പെടുത്തിയ ക്യാമ്പ് സ്ഥലങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക. ഒന്നും പിന്നിൽ വിട്ടുപോകരുത്. ഫോട്ടോകളും ഓർമ്മകളും മാത്രം നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. അത് വായിച്ചപ്പോൾ തന്നെ ഉള്ളിൽ എന്തായാലും നമുക്ക് പോകാൻ പറ്റാവുന്നത്ര മാക്സിമം മുകളിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുത്ത് ആ കാഴ്ചകൾ ആസ്വദിച്ച് തിരിച്ചു വരാമെന്ന് ഞങ്ങൾ 3 പേരും പ്ലാൻ ചെയ്തു. സത്യം പറയാലോ, താഴെ നിന്നാൽ കാണുന്ന ആ രൂപമല്ല നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച. നമ്മൾ നമ്മുടെ വാൻ പാർക്ക് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോഴും ഈ ഒരു വെള്ളച്ചാട്ടം വളരെ ചെറുതായിരുന്നു.
എന്നാൽ താഴെ നിന്ന് മുകളിലോട്ടും കുറേ അധികം നടന്ന് യാത്ര ചെയ്തപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീതി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാനായിട്ട് ആരംഭിച്ചത്. ആ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്കിതുപോലത്തെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റുന്നതാണ്. വെള്ളച്ചാട്ടത്തിലെ യാത്രയുടെ തുടക്കത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും, നല്ല കല്ലൊക്കെ പാകിയ നല്ല സെറ്റപ്പ് ആക്കിയ റോഡുകളൊക്കെ ആയിരുന്നു. എന്നാൽ വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കും തോറും റോഡുകളുടെ അവസ്ഥയൊക്കെ മാറി. നമ്മൾ പിന്നെ നടന്നത് ട്രെക്കിംഗ് പോലെയൊക്കെയായിരുന്നു. അതായത് വ്യക്തമായൊരു പാതയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടേത് ഇഷ്ടമായ ഒരു വഴിയിലൂടെ സുഖമായിട്ട് മേലേക്ക് എങ്ങനെ എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടന്നു പോകാമെന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ നടന്ന് മേലേക്ക് എത്തിയപ്പോൾ ഇതുപോലത്തെ ഒരു റോഡ് കണ്ടു. ശരിക്കും ഈ വെള്ളം അധികമായിട്ട് ഒഴുകുമ്പോഴായിരിക്കണം അവിടുത്തെ റോഡുകളൊക്കെ ചെറിയ രീതിക്ക് നാശമായി പോകുന്നത്. നമ്മുടെ മുന്നിലിപ്പോൾ കാണുന്നത് നമ്മൾ കാണാനായിട്ട് വന്ന വെള്ളച്ചാട്ടത്തിന് മുന്നിലുള്ള അവസാനത്തെ ചെറിയ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ പിന്നിലായിട്ടാണ് നമ്മൾ കാണാനായിട്ട് വന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്കിനിയും മുകളിലോട്ട് നടന്നു പോകാനായിട്ടും കുറച്ചധികം ദൂരമുണ്ട്. പോകുന്ന വഴിയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരങ്ങളൊക്കെ കെട്ടിവെച്ചുണ്ടാക്കിയ ഇതുപോലത്തെ സ്റ്റെപ്പിലൂടെ പിന്നീട് കല്ലിൽ കൂടെയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഏറ്റവും മുകളിൽ, അതായത് നമ്മൾ കാണാൻ വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് അടുത്തെങ്കിലും നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം, നടത്തമെന്ന് പറയാൻ പറ്റത്തില്ല, ഹൈക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഹൈക്കിങ്ങിന് ശേഷം നമ്മൾ കാണാനായിട്ട് വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറയാലോ, ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തെത്തിയപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടം എത്രത്തോളം വലുതാണെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്ര ദൂരം നടന്നു വന്നതും ഹൈക്ക് ചെയ്ത് വന്നതുമൊക്കെ വെറുതെ ആയില്ലെന്നുള്ളത് ഞങ്ങൾക്ക് അപ്പം മനസ്സിലായി. ഒരു പക്ഷേ ഞങ്ങൾ താഴത്തുനിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇത് വല്ലാത്തൊരു നഷ്ടമായി പോയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ഇതിന് മുകളിൽ പോയിട്ടും ഈ വെള്ളച്ചാട്ടം അടുത്ത് കാണുന്ന പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നടന്നു വന്നത്. അങ്ങനെ ധ്യാൻചാണ്ടി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ഞങ്ങളുടെ യാത്ര തിരിച്ച് ഇറങ്ങാനായിട്ട് ആരംഭിച്ചു. വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. മേലെ നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ വെള്ളം പാറയിൽ തട്ടിയിട്ട് നമ്മുടെ മേത്തേക്ക് വീഴുന്നതുകൊണ്ട് തന്നെ കൈയൊക്കെ നല്ല രീതിക്ക് മരവിച്ച് പോയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമില്ലേ, അവിടെ കാണാനായിട്ട് വരുന്ന വിനോദസഞ്ചാരികൾക്ക് യൂസ് ചെയ്യാനായിട്ട് തൊട്ട് താഴെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റാണിത്. കുറച്ചാളുകളും അല്ലെങ്കിൽ കുറേ അധികം ആളുകൾ വരുന്നു എന്നതിലല്ല, എത്ര ആളുകൾ വന്നാലും ഈ ഒരു ടോയ്ലറ്റ് എത്ര വൃത്തിയോടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ഗവൺമെൻറ് എടുക്കുന്ന ആ വലിയൊരു എഫേർട്ട്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റിക്കർ പോസ്റ്റ് ആട്ടോ. അതായത് ഇവിടത്തേക്ക് യാത്ര ചെയ്ത് വരുന്ന പലരും അവരുടേതായ പേഴ്സണൽ സ്റ്റിക്കേഴ്സ് ആ ഒരു പോസ്റ്റിൽ ഒട്ടിക്കാറുണ്ട്. അങ്ങനെ താഴെ നമ്മൾ വാൻ പാർക്ക് ചെയ്ത ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ എത്തി. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ജാക്കറ്റ്സ് എല്ലാം നമ്മൾ തിരിച്ച് വാൻ്റെ അകത്തേക്ക് ഇടുകയാണ്.
താഴേക്ക് നടന്നു വരുമ്പോൾ ഞങ്ങൾ 2 കൊച്ചു കുട്ടികളെ കണ്ടായിരുന്നു. അവർ വളരെ കമ്പനിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ ചോക്ലേറ്റ്സ് ഞങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അവരുടെ ഫാദറിൻ്റെ കയ്യിൽ ആ ചോക്ലേറ്റ്സ് കൊണ്ടേ കൊടുത്തു. യാത്രയ്ക്കിടയിൽ ഇതുപോലത്തെ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജ്ജം തന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടല്ല കേട്ടോ, യാത്രയിലുടനീളം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പലരുടെ കയ്യിൽ നിന്നായിട്ട് ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ഐസ്ലാൻഡിൽ ഫേമസ് ആയ ആപ്പിൾ സൈഡർ, കേക്ക്, പിന്നെ ഫുഡ്, അങ്ങനെ പലതും പലരായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളും പലർക്കായിട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടേസ്റ്റ് നെബിൾസിൻ്റെ ഇൻസ്റ്റൻറ്റ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ്, കേക്ക്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഇതൊക്കെ നമ്മൾ പലരായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഐസ്ലാൻഡ് യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, പറഞ്ഞു വരുമ്പോൾ 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ വാന് എവിടെ നിന്നാണ് റെൻറ്റിനെടുത്ത് അവിടെ തന്നെ നമ്മൾ ഐസ്ലാൻഡ് മൊത്തം കറങ്ങി തിരിച്ച് അവിടെ എത്താൻ പോവുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇറ്റിനറിയിലില്ലാത്ത, നമ്മുടെ പ്ലാനിലേ വരാത്ത ഒരു സ്ഥലം കാണാനാണ്. പിന്നെ എങ്ങനെ ഈ സ്ഥലത്തെപ്പറ്റി അറിഞ്ഞു എന്നല്ലേ, അതിന് പിന്നിലും വലിയൊരു കഥയുണ്ട്. ഇത് കഥയല്ല, ഇതൊരു റിയൽ സ്റ്റോറി തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ ദിവസം, അതായത് നമ്മൾ വണ്ടി എടുത്ത, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ക്യാമ്പർ വാൻ വാടകയ്ക്ക് എടുത്ത ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയെല്ലാം കളക്ട് ചെയ്തു. നമ്മുടെ വണ്ടി കളക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ വേറൊരു കപ്പിളും ഇതുപോലെ തന്നെ വണ്ടി വാടകയ്ക്ക് എടുക്കാനായിട്ട് വന്നിരുന്നു. അവരും അവരുടെ വണ്ടി സെറ്റാക്കുന്ന ടൈമിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരന് അതൊരു കപ്പിളായിരുന്നു അവർ. അതിലുണ്ടായിരുന്ന അവനെ കണ്ട് നല്ല പരിചയം. ആലോചിച്ച് വന്നപ്പോഴും അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, എന്നാൽ അവന് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളായിരുന്നത്. എന്നിരുന്നാലും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോയി. കാര്യങ്ങളൊക്കെ തിരക്കി വന്നപ്പോഴും അവൻ വർക്ക് ചെയ്യുന്നത് സെയിം കമ്പനിയിലാണെന്നും അവനൊരു സിംഗപ്പൂരിനാണെന്നും സിംഗപ്പൂരിൽ നിന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി അവൻ ഐസ്ലാൻഡ് കറങ്ങാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു. ഞങ്ങളുടെ യാത്രയിലുടനീളം തുടക്ക സമയത്ത് പലയിടങ്ങളിലായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തായിരുന്നു. ഇവൻ ഐസ്ലാൻഡിലോട്ട് വന്നത് തികച്ചൊരു പ്ലാനില്ലാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഐറ്റിനറി അവനെ വളരെ ഇഷ്ടപ്പെടുകയും അവനത് ചോദിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും അവന് പോയ ഇടങ്ങളെപ്പറ്റിയും ഞങ്ങൾ പോകാനിരിക്കുന്ന ഇടങ്ങളെപ്പറ്റിയെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയും ഫോട്ടോസൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നത്തെ ദിവസം അവൻ പോയ, അതായത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തെ പറ്റിയുള്ളൊരു ഫോട്ടോയും, എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യണം ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇതൊരു നഷ്ടമാവില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു മെസ്സേജ് അയക്കുകയും ചെയ്തു. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ പോവാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് 2 വീലർ ഡ്രൈവ് വണ്ടിയാണ്. കണ്ടല്ലോ, റോഡെന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഓഫ് റോഡ് വഴികളാണ്. നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം ഒഴിവാക്കിയിട്ടിരുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞത് അവിടെ ആർക്ക് വേണമെങ്കിലും പോവാം, അത്രയ്ക്ക് മോശമായ വഴികളൊന്നുമല്ല, നിങ്ങൾ എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് എന്തായാലും പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. ഞങ്ങൾ പിന്നെ ഒട്ടും സമയം കളയുന്നില്ല, നേരെ ആ സ്ഥലത്തോട്ട് മാപ്പ് ഇട്ടിട്ട് നമ്മുടെ യാത്ര നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐസ്ലാൻഡ് റോഡുകളുടെ അവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ അവസ്ഥ നോക്കി കഴിഞ്ഞപ്പോഴും ഒരു പരിധി വരെ ഗ്രീൻ കളറാണെങ്കിലും അതിനപ്പുറം ഗ്രേ കളറായിരുന്നു. ഈ ഗ്രീൻ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെയുള്ള യാത്ര സാധ്യമാണെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡേറ്റ ഒരു ദിവസത്തിൽ തന്നെ പല ടൈമുകളിലായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഒരു ടൈമും അതിൻ്റെ ഒപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി റെഡ് സൂചിപ്പിക്കുന്ന വഴികളാണെങ്കിൽ ആ വഴി മെയിൻ്റനൻസ് വർക്കിനായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്നും ഇനി എപ്പോഴാണ് തുറക്കുന്നതിനെ പറ്റിയെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇനി ഗ്രേ റോഡുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പോകുന്ന വഴിക്ക് കണ്ട ഈ ഒരു തീരത്തടിഞ്ഞിരിക്കുന്ന പഴയ ഒരു കപ്പൽ കാണാൻ പോവാം. പോകുന്ന വഴിക്ക് വളരെ യാദൃശികമായിട്ടാണ് നമ്മൾ ഈ കപ്പൽ കണ്ടത്. നമ്മൾ ശരിക്കും കാണാൻ വന്ന സ്ഥലം ഇതല്ല. ഇതും കഴിഞ്ഞ് റൈറ്റിലോട്ടൊരു ടേൺ എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇതേ വഴി കൂടെ തന്നെ തിരിച്ചു വന്ന് ലെഫ്റ്റിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അകലെ നിന്ന് കണ്ടപ്പോഴും വളരെയധികം പഴക്കമില്ലാത്തൊരു കപ്പലാണെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അടുത്തോട്ട് എത്തിയപ്പോഴാണ് ഈ കപ്പൽ എത്രത്തോളം നശിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഏകദേശം കപ്പലിൻ്റെ പിൻഭാഗമൊക്കെ മണ്ണിൽ താഴ്ന്നു പോയിരിക്കുന്നുണ്ട്. കപ്പലിൻ്റെ സൈഡിലെ പാളികളെല്ലാം തുരുമ്പ് കയറിയിട്ടും അടർന്നു പോയതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വാന് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കപ്പലിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ആദ്യം പുറത്തോട്ട് ഇറങ്ങി. മണ്ണിൽ പൊതഞ്ഞു കിടക്കുന്ന
ഐസ്ലാൻഡിൻ്റെ തണുത്ത കാറ്റും മഞ്ഞും മഴയെല്ലാം ഏറ്റുകൊള്ളുന്ന ഈ ഒരു കപ്പലിനെ അകലിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ വലുപ്പമായിരുന്നു അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ഇപ്പോൾ ഉടക്കിയിരിക്കുന്നത് ആ BA-64 എന്ന് പറഞ്ഞ ആ ഒരു എഴുത്തിലായിരിക്കും. അതെ, നമുക്കിനി ഈ കപ്പലിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 1912 നോർവേയിൽ നിർമ്മിതമായ ഗാർദർ BA-64 ഐസ്ലാൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റീൽ കപ്പലായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടക്കകാലത്ത് തിമിംഗല വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കപ്പൽ പിന്നീട് മത്സ്യബന്ധനത്തിനായിട്ടും ഉപയോഗിച്ചു വരികയായിരുന്നു. 1981 സുരക്ഷാ കാരണങ്ങളാൽ സേവനത്തിൽ നിന്ന് ഒഴിവാക്കി വെസ്റ്റ്ഫോർഡിൻ്റെ ഈ തീരപ്രദേശത്ത് ഈ കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് ഈ ഒരു കപ്പൽ BA-64 ഐസ്ലാൻഡിൻ്റെ സമുദ്ര ചരിത്രത്തിൻ്റെ സ്മാരകമായിട്ട് ഇന്നും ഈ ഒരു തീരപ്രദേശത്ത് നിലകൊള്ളുന്നു. ഈ കപ്പൽ രാജ്യത്തിൻ്റെ സമുദ്ര വ്യവസായത്തിലെ പുരോഗതിയും കാലത്തിൻ്റെ മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു ചരിത്ര സാക്ഷ്യമായി വിനോദസഞ്ചാരികൾക്കും ഗവേഷകർക്കും പ്രാധാന്യം അർഹിക്കുന്നു. ഐസ്ലാൻഡിൻ്റെ പലയിടങ്ങളിലായിട്ട് ഇതുപോലത്തെ കപ്പലുകൾ ഉപേക്ഷിക്കപ്പെട്ട് അതൊരു ചരിത്ര സ്മാരകമായിട്ട് ഇന്നും നിലകൊള്ളുന്നു. അങ്ങനെ കപ്പലൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഐസ്ലാൻഡിൽ നിൽക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഫുഡിൻ്റെ സ്റ്റോക്കും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ നമുക്കിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് ചൂടാക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്നത് ചെമ്മീൻ മാങ്ങാക്കറിയും ചോറുമാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ യാത്ര നമ്മൾ അവിടെ നിന്ന് പിന്നെയും തുടർന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ആ സിംഗപ്പൂരിയൻ ഫ്രണ്ട് പറഞ്ഞു തന്ന ആ കിടിലൻ സ്ഥലത്തോട്ടുള്ള യാത്ര ശരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പച്ച റോഡിനെ പറ്റിയും ചുവന്ന റോഡിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗ്രേ റോഡിനെ പറ്റിയാണ്. അതായത് ഇവിടം തൊട്ട് നമുക്കിങ്ങ് എത്തേണ്ടതായ സ്ഥലത്തോട്ടുള്ള റോഡ് മൊത്തം ഗ്രേ കളറിലാണ് അവരുടെ വെബ്സൈറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പച്ച കളറിലുള്ള റോഡിനെ പറ്റി സംസാരിച്ചപ്പം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ആ ഒരു ഡാറ്റ മണിക്കൂറുകൾക്ക് ഇടവിട്ടിട്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? പ്രധാനമായിട്ടും 2 മാർഗങ്ങളിലൂടെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഐസ്ലാൻഡിലെ റോഡുകളിലുടനീളം പലയിടങ്ങളിലായിട്ട് ലൈവ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിലെ വിഷ്വലുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് റോഡിൻ്റെ അവസ്ഥ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുകളിലൂടെ പോകുന്ന ഐസ്ലാൻഡിലെ പട്രോളിംഗ് വാഹനങ്ങളും അതുപോലെ തന്നെ ഈ റോഡുകളിലെ സർവീസിനായിട്ട് പോകുന്ന വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുള്ള സമയത്ത് മഞ്ഞ് നീക്കാനായിട്ട് പോകുന്ന വാഹനങ്ങൾ അല്ല, മഞ്ഞിന് പകരം റോട്ടിലെ കല്ലും മണ്ണും, അതായത് ഈ മലകളിൽ നിന്നല്ല കല്ലുകൾ മണ്ണും ഈ റോട്ടിലോട്ട് വീഴും. ഇവ മാറ്റാനൊക്കെ ആയിട്ട് ഇതിലൂടെ സർവീസ് വാഹനങ്ങളും പോകും. ഇവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഡാറ്റകളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വെബ്സൈറ്റിൽ
റോഡിലൂടെയുള്ള യാത്ര സാധ്യമാണോ അല്ലയോ എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് മാപ്പിലെ ഗ്രേ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ റൂട്ടിലെ ക്യാമറകളുടെ അഭാവത്താൽ സർവീസ് വണ്ടികളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് മാപ്പിൽ അപ്ഡേറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം വരെ ആയിട്ടും ആ ഒരു വഴിയിൽ കൂടെ പട്രോളിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സർവീസിനായിട്ട് പോകുന്ന വാഹനങ്ങളോ ഇതുവരെ എത്താത്തത് കൊണ്ടാണ് ആ റോട്ടിലത്തെ ഡാറ്റ അൺഅവൈലബിൾ എന്ന് കാണിച്ചുകൊണ്ട് ഗ്രേ റോഡായിട്ട് മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ പലയിടങ്ങളിലായിട്ട് മണ്ണും ചെറിയ കല്ലുകളും പാറകളൊക്കെ വീണെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇവയൊന്നും നമ്മുടെ വാഹനത്തിന് മുന്നോട്ടേക്കുള്ള യാത്രയിൽ തടസ്സമാവാതിരുന്നതും നമ്മുടെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരുന്ന വണ്ടികൾ അവിടെ അപായ സൂചനകളൊന്നും തരാതിരുന്നതുകൊണ്ടും നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ടേക്ക് തന്നെ തുടർന്നു. പോകുന്ന വഴിക്കെല്ലാം റോഡിലേക്ക് വീഴാനായിട്ട് നിൽക്കുന്ന പാറക്കഷ്ണങ്ങളൊക്കെ നമുക്ക് റോഡിൻ്റെ 2 സൈഡുകളിലും കാണാനായിട്ട് സാധിക്കും. ഐസ്ലാൻഡിലെ കാർ റെൻറ്റിനെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളെടുക്കുന്ന വാഹനം 4 വീൽ ഡ്രൈവ് ആണോ അതോ 2 വീൽ ഡ്രൈവ് ആണോ എന്നുള്ളത്. ഈ ഒരു രാജ്യത്ത് 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾക്ക് മാത്രം പോകാൻ പറ്റുന്ന റോഡുകളെ എഫ് റോഡുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം എഫ് റോഡുകളിലൂടെ 2 വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനോ മറ്റൊന്നിനോ സാധിക്കുന്നതല്ല. ഇൻഷുറൻസ് കിട്ടാതിരിക്കാൻ മാത്രമല്ല, നിങ്ങൾ എഫ് റോഡുകൾ വണ്ടി ഓടിച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്ക് വണ്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ വിളിച്ചറിയിക്കുമ്പോൾ അവർ വരാനായിട്ട് നല്ല രീതിക്ക് ടൈം എടുക്കും. അതുകൂടാതെ 2 വീൽ ഡ്രൈവ് വാഹനങ്ങൾ എഫ് റോഡുകളിൽ ഓടിച്ചതിന് നിങ്ങളുടെ കമ്പനി, അതായത് നിങ്ങളുടെ വാഹന റെൻറ്റിനെടുത്ത കമ്പനിക്ക് നിങ്ങൾക്ക് ഫൈൻ തരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഐസ്ലാൻഡിൽ ഒരു വാഹനം റെൻറ്റിനെടുക്കുമ്പോൾ ഏത് പർപ്പസും ഏത് റൂട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേണം വാഹനം ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഐസ്ലാൻഡിലെ റെൻറ്റിനെടുക്കുന്ന വാഹനത്തിന് പല പാർട്സിനനുസരിച്ചാണ് ഇൻഷുറൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ടയറിനെ, പെയിൻറ്റിനെ, ഡോറിനെ, ഫ്രണ്ടത്തെ ഗ്ലാസ്സിന് വരെ നമുക്ക് സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പറ്റുന്നത്രയും എല്ലാം അടങ്ങിയ ഒരു പ്രീമിയം ഇൻഷുറൻസ് പ്ലാൻ എടുത്ത് യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഐസ്ലാൻഡിൻ്റെ മറ്റൊരറ്റത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പർ വാനെ താഴെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ക്ലിഫ് കയറാൻ വേണ്ടി പോകുകയാണ്. ഈ ക്ലിഫ് കയറി പോകുന്നത് നമ്മളൊരു കിളിയെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുന്നേ തിമിംഗലത്തെ കാണാനായിട്ട് കടലിലോട്ട് ബോട്ടിൽ പോയില്ലേ. തിമിംഗലത്തിനെ കാണുന്നതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു ഐലാൻഡിൽ പോയിട്ട് പഫിൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ വലിയൊരു ആവാസ വ്യവസ്ഥ കാണുകയുണ്ടായി. ആ കുഞ്ഞൻ പക്ഷിയെ കാണാനായിട്ട്, അതായത് അടുത്ത് കാണാനായിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വണ്ടി ഓടിച്ച് ഈ ക്ലിഫിലോട്ട് വന്നിരിക്കുന്നത്. വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഈ ഒരു ക്ലിഫിലോട്ട് ഹൈക്ക് ചെയ്ത് തുടങ്ങിയത്. നമ്മൾ കാണുന്ന പക്ഷിയെല്ലാം പഫിനാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വന്നിരുന്നത്. പക്ഷെ മുകളിലെത്തി നമ്മൾ അടുത്ത് വന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കണ്ട പക്ഷിയൊക്കെ പഫിനല്ല, അത് റേസർ ബിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഇനം പക്ഷിയാണ്. റേസർ ബിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പക്ഷിയും കടൽ പക്ഷി തന്നെയാണ്. തലയും പുറവും കറുത്തിട്ടും വെള്ള വയറുമാണ് ഈ പക്ഷിക്കുള്ളത്. എന്തു തന്നെയായാലും പഫിനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ 3 പേരും കൂടി ഈ ക്ലിഫിൻ്റെ അങ്ങേയറ്റത്തേക്ക് പറ്റാവുന്ന അത്രയും ദൂരം നടക്കാനായിട്ട് തീരുമാനിച്ചു. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മേലെ ആ പറന്നു വന്ന പക്ഷികളൊക്കെ ഇല്ലേ, അതൊക്കെ റേസർ ബിൽ എന്ന് പറഞ്ഞ പക്ഷിയാട്ടോ. ഈ ക്ലിഫിൻ്റെ, അതായത് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ റെഡ്ജിനോട് ചേർന്നുള്ള പാറയിടുക്കുകളിലാണ് ഈ പക്ഷികളൊക്കെ കൂട് കൂട്ടിയിരിക്കുന്നത്. പോകുന്ന വഴിക്കല്ല 3 പേരും പലയിടങ്ങളിലായിട്ട് എത്തി നോക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പഫിനെ കാണാനായിട്ട് സാധിച്ചില്ല. എന്തിനേറെ പറയുന്നു, ക്ലിഫിനോട് ചേർന്ന് കിടന്ന് തലയിട്ട് നോക്കിയിട്ട് പോലും ഞങ്ങൾക്കൊരു പഫിനെ പോലും കാണാനായിട്ട് പറ്റിയില്ല. കുറേ നേരം ഞങ്ങൾ 3 പേരും മാറി മാറി അവിടെ കിടന്ന് ഈ ഒരു ക്ലിഫിൻ്റെ ഈ ഒരു സൈഡിനോട് ചേർന്നുള്ള പൊത്തുകളിൽ അവർ കൂട് കൂട്ടിയിട്ടുണ്ടോ അഥവാ അവർ പറന്നു വരുന്നുണ്ടോ എന്നൊക്കെ നല്ല രീതിക്ക് നോക്കി. കാണാത്ത വിഷമത്തിൽ പിന്നെയും നമ്മളവിടെ നിന്ന് യാത്ര തുടർന്നു. അങ്ങനെ പോയി എത്തിച്ചേർന്നത് ഒരു എൻഡ് പോയിന്റിലോട്ടായിരുന്നു. അവിടെ നിന്ന് മുന്നിലോട്ട് ക്ലിഫ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മുന്നോട്ട് പോകരുതെന്ന് എഴുതി വെച്ചതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തിരിച്ചു. അങ്ങനെ നടന്നു വരുന്നതിനിടയിലാണ് നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്, അതായത് ആ ഒരു ക്ലിഫിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെയായിട്ട് ഞങ്ങൾക്ക് 2-3 പഫിൻസിനെ കാണാനായിട്ട് സാധിച്ചു. അത് നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാനായിട്ട് പറ്റി കേട്ടോ. വളരെ സന്തോഷമായിരുന്നു. നമ്മൾ വന്നത് വെറുതെ ആയില്ല. നമ്മൾ വരുന്ന വഴിക്ക് റിവ്യൂ എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ പോലും ചിലപ്പോൾ പഫിൻസിനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്, ചിലർക്കൊന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ലെന്നൊക്കെ അതിൻ്റെ അകത്ത് റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്.
നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര വളരെ അടുത്തായിട്ടാട്ടോ നമുക്ക് പഫിൻസിനെ കാണാനായിട്ട് പറ്റിയത്. ആ ഒരു സന്തോഷത്താൽ നമ്മൾ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഭൂമിയിലെ 60% വരുന്ന പഫിൻസിൻ്റെ എണ്ണം ഐസ്ലാൻഡിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ക്ലിഫ് ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിയ അഗ്നിപർവ്വതത്തിൽ നിന്ന് വന്ന ലാവയുടെ ലെയറുകളാൽ രൂപപ്പെട്ടതാണ്. അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഇൻഫർമേഷൻ ബോർഡുകളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വാഹനത്തിലേക്ക് എത്തി. കുറേ ദൂരം നടന്നതുകൊണ്ടും നല്ല തണുപ്പായതുകൊണ്ടും ഇവിടെ വെച്ച് തന്നെ ഒരു മഷ്റൂം സൂപ്പും അതിലൂടെ ബ്രെഡും കഴിച്ചിട്ട് ഇവിടെ നിന്ന് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. പഫിനെ കാണാൻ വേണ്ടി പോയ വഴികളുടെ അവസ്ഥയായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടിയത്. പല സ്ഥലങ്ങളിലായിട്ട് മലയുടെ മുകളിൽ നിന്ന് കല്ലുകളും മണ്ണും ഒക്കെ റോഡിൽ വീണെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെയും അത് നല്ല രീതിക്ക് ഭയപ്പെടുത്തിയായിരുന്നു. കാരണം ഒരു ചെറിയ കല്ലായാൽ പോലും അത് വളരെ ദൂരത്തുനിന്ന് വന്ന് നമ്മുടെ കാറിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തായിട്ട് മാറും. അങ്ങനെ മലയെല്ലാം ഇറങ്ങി നമ്മൾ താഴെ എത്തിയപ്പോൾ നേരെ പോയതൊരു ഗ്യാസ് സ്റ്റേഷനിലോട്ടായിരുന്നു. അങ്ങനെ ഫുൾ ടൈം ഗ്യാസെല്ലാം നിറച്ചതിന് ശേഷം നമ്മളിവിടെ നേരെ പോകുന്നത് നമുക്ക് ഇന്ന് രാത്രി തങ്ങാനുള്ള ക്യാമ്പ് സൈറ്റിലോട്ടാണ്. നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് പഫിനും ക്ലിഫിനെ കുറിച്ച് പറഞ്ഞു തരികയും അവിടെ പോകണമെന്ന് പറയുകയും ചെയ്ത ആ സിംഗപ്പൂരിയൻ ഫ്രണ്ടിനെ മെസ്സേജ് അയക്കുകയും നമുക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു. ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയപ്പം നല്ല രീതിക്ക് ലേറ്റായി. എത്തിയപ്പോൾ തന്നെ നല്ല ഇരുട്ടാവുകയും അതുപോലെ തന്നെ നല്ല തണുപ്പും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.